വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ്. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കരിങ്കല്ല് മൂവിയിൽ ഒരു സൂര്യ ബാർബർഷോപ്പ് എന്ന് പറഞ്ഞ മുടിവെട്ടുകട ഉണ്ട്. അതിന് ഇപ്പുറത്തെ ഒരു കടയിലോട്ട് ഒളിച്ചോട്ടത്തെയും അവീതത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ തലമുറ വാർത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി. ഓക്കെ, ഒളിച്ചോട്ടമാണെങ്കിൽ അത് അവരുടെ കുടുംബമല്ലേ, അവീതമാണെങ്കിൽ അതും അവരുടെ കുടുംബമല്ലേ, അവരെന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു മൂഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ മുതൽ ആരെങ്കിലും തീർത്താൽ അത് അവരുടെ പ്രശ്നമല്ലേ, നമ്മൾ എന്തിനാ ഇടപെടുന്ന, അവരെങ്കിൽ തീർത്തെങ്കിൽ തീർത്തോട്ടെ, ഈ ഒരു മൂഡ് വരും. അപ്പം അങ്ങനെ അവനവൻ്റെ കാര്യം എന്നുള്ള ഒരു മൂഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ റീസെന്റ് തന്നെ പല ഒളിച്ചോട്ട കേസുകളും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഈ അപരാധികളെയൊക്കെ എക്സ്പോസ് ചെയ്തപ്പോഴും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രമുഖ യൂട്യൂബറായിട്ടുള്ള അഗുൽ NRDയുടെ വിഷയം വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞു. ഓക്കെ, അത് അവൻ്റെ കുടുംബകാരിയിൽ എന്തിനങ്ങനെ ഉള്ളൊരു സംസാരമായി. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഇപ്പോൾ സമൂഹം അവിഹിതം അത് അവരുടെ കേസ് പോട്ടെ, നമ്മൾ എന്തിനാ ഇടപെടുന്നത് ഈ ഒരു സെറ്റപ്പിലായടേ. നാളെ അവിഹിതങ്ങൾ അടിക്കുന്നവർക്ക് താജ്മഹൽ വരെ പണിത് കൊടുക്കുന്നുള്ള സെറ്റപ്പിലോട്ടൊക്കെ ആവും. എനിക്ക് അറിഞ്ഞൂടെ ഏത് കോണത്തിലോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവൽ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ടേ, പ്രത്യേകിച്ച് ഹൈപ്പ് അതൊന്ന് കൊടുത്തേക്ക്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒളിച്ചോട്ടം പ്ലസ് അവിഹിതം ഒക്കെ ചേർന്ന ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. നമ്മളായിട്ട് കൊണ്ടുവന്നതെന്നല്ല, അവർ തന്നെ കൊണ്ടിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ ഈ 16ഉം 17ഉം 15ലും ഒക്കെ 10ലും +1ലും +2ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പെമ്പിള്ളേർ ഒളിച്ചോടുന്നൊരു ചരിത്രമുണ്ട്. ഓക്കെ, കണ്ണി കണ്ടവൻ്റെ കൂടെ അവൻ്റെ കൂടെയെങ്കിലൊക്കെ പോകും. ചിലപ്പോൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടായിരിക്കുക, ഇപ്പോൾ അയൽവാസിയായിരിക്കും, അവൻ്റെ കൂടെയെങ്കിലുമൊക്കെ പ്രായത്തിൻ്റെ തിളപ്പിൽ എടുത്തു ചാടി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. പിന്നെ ജീവിതങ്ങൾ കുറച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴും കുറച്ച് കൈപ്പേറിയ നിമിഷങ്ങൾ വരുമ്പോഴും അന്ന് എൻ്റെ ഈ തീരുമാനം വേണ്ടായിരുന്നു, എന്തിനായിരുന്നു, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു, എൻ്റെ വീട്ടുകാരെന്നെ കെട്ടിച്ചു വിട്ടേക്ക്, ഈ മൂഡിലൊക്കെ മാറും, വേറെ പല മൂഡിലൊക്കെ മാറും. അതുകൊണ്ടൊരു പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ചെയ്തു കൂട്ടുന്നത് പിന്നെ തെറ്റായി എന്ന് തോന്നാറുണ്ട് പലർക്കും പല സമയത്തും. അതുപോലെ തെറ്റായെന്നും തോന്നി പിന്നെ വേറൊരു ചരിത്രമുണ്ട്. അതായത് 16ാം വയസ്സിൽ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറേ കാലം കഴിഞ്ഞ് കാമുകന് മടുത്തപ്പം ഏട്ടായിക്ക് വേറെ പല കാമുകികൾ, അവൻ പലരെയും പ്ലക്കി നടക്കുന്നു. അതിൽ ഒരു എണ്ണത്തിനെ പ്ലക്കി വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളാണ് നടക്കുന്നത്. ചരിത്രം വളരെ വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് വിഷയം എന്താണെന്ന് നോക്കാം. ശില്പ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണു ആണ്, ഓട്ടോ ഡ്രൈവറാണ്. 16 വയസ്സുള്ളപ്പോൾ ശില്പ ഒളിച്ചോടി വന്നതാണ്. ആരുടെ കൂടെ? വിഷ്ണു ഏട്ടായിയുടെ കൂടെ 16ാം വയസ്സിലാണ് ശില്പ ഒളിച്ചോടി വന്നത്. അന്ന് ഈ ബോസ്കോ ഒന്നും ഇല്ലേടേ, എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ എവിടെ പോയിരുന്നത്, ഇതാരും കണ്ടില്ലേ? ഇവൻ്റെ കൂടെ ഒളിച്ചോടി വന്നു, ആരും കേസ് കൊടുത്താണല്ലോ. ചിലപ്പം ഈ ശില്പയുടെ വീട്ടുകാരും വിചാരിച്ചു ശല്യം പോയി കിട്ടിയെന്ന്, ആ മൂഡിലായിരിക്കും. അല്ലെങ്കിൽ കേസ് കൊടുക്കുമായിരുന്നു. കേസ് കൊടുത്തിരുന്നെങ്കിൽ വിഷ്ണു അന്നേ അകത്തായേനെ. അപ്പം അതൊന്നും നടന്നിട്ടില്ല. അതിനുശേഷം അവർക്ക് മക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കാലങ്ങളൊക്കെ ആയപ്പോൾ ഈ വിഷ്ണു ഏട്ടായിക്ക് വേറെ ബന്ധങ്ങൾ, അഭിഹിതങ്ങൾ. അയ്യോ, ഞാൻ പറയുന്നത് പുരോഗമന ചിന്താഗതിയിൽ ആൾക്കാർ കേൾക്കണ്ട കേട്ടാ. നിങ്ങൾ പറയുന്ന മറ്റുള്ളവരുടെ കുടുംബത്തിലെ മാങ്ങാത്തൊലിയെന്ന്, നമുക്കത് അയ്യോ നമ്മളില്ലേ, നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, അപ്പോൾ വിഷ്ണു ഏട്ടായിക്ക് വേറെ അഭിഹിതങ്ങൾ, വേറെ ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഇതായി. എന്നാലും നമ്മുടെ ശില്പ മോള് ഒഴിവാക്കിയില്ല. എൻ്റെ വിഷ്ണു ഏട്ടായി എനിക്ക് വേണം, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ആ മൂഡ് ശില്പ. ഓക്കെ, അങ്ങനെ ഇരിക്കുന്നു. അവസാനം പോലീസ് കേസിലോട്ടെത്തി. കാരണം കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നായിരുന്നു നമ്മുടെ വിഷ്ണു ഏട്ടായിയുടെ ആഗ്രഹം. ഭാര്യ ഒരു സൈഡിൽ കിടക്കും, കാമുകി ഇപ്പുറത്തെ സൈഡിൽ കിടക്കും. മറ്റേ ബഷീർ സ്കീം പിടിക്കുന്നതെന്നാണ് തോന്നുന്നത്. ബഷിയൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണെന്ന് തോന്നുന്നു വിഷ്ണു ഏട്ടായി ട്രൈ ചെയ്ത് നോക്കിയോ. ഭാര്യയും കിടക്കട്ടെ, കാമുകിയും കിടക്കട്ടെ, എല്ലാം കൂടി വരട്ടെ, നമുക്കിന്ന് പൊളിക്കാം. ഈ ഒരു മൂഡായിരിക്കും. 3, 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ കളി മാറി. അല്ലാതെ വിഷ്ണു ഏട്ടായിക്ക് അവിഹിതങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞ് നമ്മളെ ശില്പമോള് കരഞ്ഞാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ കാമുകിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ളൊരു തത്രപ്പാടിൽ വിഷ്ണു ഏട്ടായി നീങ്ങിയപ്പോൾ നമ്മുടെ ശില്പമോള് സമ്മതിച്ചില്ല. എന്നടാ നീ സൊണ്ടേ, എന്നടാ നീ പണിറേ, ഈ മൂഡ് പിടിച്ച്. അതിനുശേഷം പോലീസ് കേസായി, പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ പോയിട്ട് കുറേ വിഷയങ്ങളുണ്ടായി. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഉണ്ടാക്കിയ വിഷയങ്ങളൊന്ന് കാണാം. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ്. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഈ നിൽക്കുന്ന നാറിയാണ് നമ്മുടെ വിഷ്ണു ഏട്ടായി. ഈ വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ ശില്പമോൾ.
അപ്പൊ അതോ നിന്നതാണ് വിഷ്ണുവേട്ടായി. അപ്പൊ ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ്. ഈ നാറി എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത ഇവനെ നാറി എന്നൊന്നല്ല വിളിക്കേണ്ട, പരനാറികളെ. ഓക്കെ, കാരണം ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഇപ്പൊ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ലൈഫുകളിൽ റിലേഷൻഷിപ്സ് ഉണ്ടാവാം, ചിലപ്പോൾ സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാവും, ഇനി വേറെ ഏതെങ്കിലും ഷിപ്പ് ഉണ്ടായ ആ ഷിപ്പൊക്കെ വല്ലതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കല്യാണം കഴിച്ച് കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. അതുപോലെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നാലും അവിടെയും ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പ്രായത്തിൻ്റെ ഓരോ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊട്ടും, പക്ഷെ നമ്മളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പക്ക ജെന്യൂൻ ആയിരിക്കണം. അതുപോലെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നാലും ഓക്കെ, നമ്മളൊരു പാർട്ട്ണറിനെ വെച്ചുകൊണ്ട് മറ്റൊരുത്തും പോകരുത്. ഓക്കെ, അത് തൊട്ടിപ്പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ പാർട്ട്ണറിനെ ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് ചെയ്തിട്ട് നീ എവിടെയെന്ന് വെച്ചാൽ അവരാധിക്കാൻ വെക്കും. ഇതിപ്പോൾ ഇവളെ 16 വയസ്സിൽ ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതം സ്റ്റാർട്ട് ചെയ്ത് അവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മടുത്ത്, ഡെയിലി ഇത് തന്നെയല്ല കാണുന്നത് കേൾക്കണത് കൊള്ളണം അനുഭവിക്കുന്നത്. അപ്പം മടുത്തപ്പോൾ അവൻ വേറെ പോകാൻ തുടങ്ങി. വേറെ പോയി അതിലൊന്നും ഒരെണ്ണത്തിന് സെലക്ട് ചെയ്തിട്ട് അവൻ വീട്ടിൽ കൊണ്ടുവരാൻ പോയി. ഇതൊക്കെയുടെ അവസ്ഥ. ബാക്കി പറ. എന്തായാലും ഈ നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞേച്ച് ഇവള് ഇറങ്ങി വന്നേക്കാം. അതാ സൂപ്പർ. അവളും കിടില്ല. അവളേതോ കഴപ്പ് എന്ന് പറയുന്ന സാധനത്തിന് പീക്ക് ലെവലിൽ നിൽക്കുന്നത്. അതോ 3-4 പിള്ളേരും ഉണ്ട്, കെട്ടിയവനെയൊക്കെ ഒഴിവാക്കിയിട്ട് കളഞ്ഞും കൊണ്ടാണ് ഈ വിഷ്ണു ഏട്ടായിരോടെ വന്നത്. വിഷ്ണു, നീ ഒരു വിഷ്ണു തന്നെ, സകലകലാ വിഷ്ണു, അല്ലെങ്കിൽ വിഷ്ണു എന്ന് പേരുള്ളമാരെ ശരിയില്ല. ഓക്കെ, അപ്പോൾ വിഷ്ണു എല്ലാവരും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. എനിക്കൊരു കൂട്ടുകാരുണ്ട്, അവനെ ഞാൻ ചുമ്മാ ഇതിൽ വലിച്ചിട്ടോ. എല്ലാ വിഷ്ണുക്കളും അങ്ങനെയല്ല, ചില വിഷ്ണുക്കൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വേറെ മക്കളും കുടുംബമൊക്കെ ഉള്ള ഒരുത്തിയാണ് അവളെ കഴപ്പ് തീർക്കാൻ ഇവൻ്റെ അവിടെ വന്ന് ഇവന് കുറെ ദിവസം വച്ചടിക്കണമെന്ന് അങ്ങനെ അവൻ വീട്ടിൽ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പോട്ടെ, ഇറങ്ങി വന്നേക്കാം. വീഡിയോ എടുക്കട്ടെ, ഇവിടെ വീഡിയോ എടുക്കട്ടെ. ഇവിടെ എന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവിടെ കുറെ തിന്നതാ. ഇവിടെ കുറെ തിന്നതാ ഞാൻ പണിയെടുത്ത കാശ്. എടി നിനക്ക് ഉൾപ്പുള്ളതാണെങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ, കുറെ പോലീസുകാരും. കുറച്ചുകൂടെ കെട്ടടി, കണ്ണ് കാണാടി നിന്റെ. ആ ഒളിച്ചു നിക്ക്. ആ ഞങ്ങൾ പരാതി കൊടുക്കാൻ വന്നവരാ. ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി. എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. കിട്ടിയ അടി ഓർമ്മയുണ്ടെങ്കിൽ നീ എരുമേലിക്ക് വന്നേ. മക്കളെയും കെട്ടിയവനെയും കളഞ്ഞ് ഇവൾ ഇന്ന് ഇവന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവള് നാളെ വേറെ അവന്റെയും കൂടെ ചാടിപ്പോവും. എരുമേലി പോലീസുകാരുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനില് ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ടാൽ ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയി എന്നെ പിടിച്ചോണ്ട് വന്ന പോലത്തെ സംസാരമാണ്. ഞാൻ ഒരു കാര്യം പറയാം ശില്പേ, പോലീസുകാരെന്ത് ചെയ്യാന്? അവരെന്ത് തന്നെ ഇമ്മാതിരി അപരാധ കേസുകളൊന്നും എഴുന്നേരുന്നില്ല. എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചുകൂടാനേ അവർ നോക്കത്തുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എങ്കിൽ നീ പോ, എല്ലാവരും ഒന്ന് പോയി തരും. ആ ഒരു മൂഡിലായിരിക്കും. കാരണം ഇതൊക്കെ അൽക്കുലത്ത് കേസുകളാണ്. അവർക്ക് മെനക്കേടുണ്ട് ചുമ്മാ ഇമ്മാതിരി തീട്ട കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ഇവള് ഇന്ന് ഇവൻ്റെ അവിടെ ചാടിയെങ്കിൽ നാളെ വേറെ തൻ്റെ അടുത്ത് ചാടും. ഇങ്ങനെ മാരം ചാടി മാറി ചാടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതിനൊക്കെ നമ്പി എടുത്തോണ്ട് വരുന്നവന്മാരടിക്കണം. പിന്നെ നീ അവീതം പിടിച്ച് പരിപാടി കഴിഞ്ഞിട്ട് ഒഴിവാക്കിയാൽ പോരെ. എന്തിന് ഇതിനെയൊക്കെ ചുമന്നത്? ഭാര്യ ഇരിക്കുക, വേറെ അപരാധിക്കാനും പോയിട്ട് അതിന് വേറെ ന്യായീകരണം. എനിക്ക് വയ്യ. എന്തൊക്കെയാണോ എന്തോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് അപ്പം പറയും, എന്തിനാടാ കണ്ടവൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ നീ ഉണ്ടാക്കാൻ പോകുന്നതിന്? ഞാൻ ഉണ്ടാക്കും. എനിക്ക് കാശ് കിട്ടണം വീഡിയോ ചെയ്ത് കേട്ടാ, കണ്ടന്റാ. ഇനി ശില്പമോൾ വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. ഇന്നലെ ഞാനിട്ട വീഡിയോയുമായിട്ട് സംബന്ധിച്ച് കുറച്ച് പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെന്താന്ന് വെച്ചാൽ, വിഷ്ണു എന്ന് പറയുന്ന എന്റെ ഭർത്താവ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് 7 ദിവസമായിട്ട് ഞാനും വിഷ്ണുവും പിള്ളേരും വേറെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി വിഷ്ണുവിന്റെ സ്വന്തം വീട്. ആ വീട്ടില് അവരുടെ അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എവിടെയോ താമസിച്ചു പണിക്ക് പോയി, അമ്മയും ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇവൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിട്ട് പണിക്ക് പോകും, പിന്നെയും വരും ഇത് തന്നെ. അപ്പം ഞാനും അത് കാര്യം വെക്കാൻ പോയില്ല. 7 ദിവസമായിട്ട് ഇവളെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം ഇവള് താഴത്തെ കടയിൽ സോപ്പ് പൊടി മേടിക്കാൻ ചെന്നപ്പം അവര് ചോദിച്ചു ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയാണ്. അപ്പൊ അവര് ചോദിച്ചു വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ശില്പനെ മാത്രം അറിയത്തുള്ളൂ, നീ ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി സോപ്പ് പൊടി വാങ്ങാൻ പോയി. സോപ്പ് പൊടി ഇട്ടതെല്ലാം കൂടി പോയില്ലേ? അപ്പൊ നീ ആരേടി? ഞാൻ വിഷ്ണുവിന്റെ പെണ്ണാ. ഈ മൂടായിരുന്നു. വിഷ്ണുവിന്റെ പെണ്ണ. അപ്പൊ ശില്പ ആരാ? അതും വിഷ്ണുവിന്റെ പെണ്ണാ. അപ്പൊ ഇത് ഞാനും വിഷ്ണുവിന്റെ പെണ്ണാ. വിഷ്ണു ആരാടാ? നീ ആരാടാ? നീ ആരായിട്ടാ? വിഷ്ണുവിന്റെ പെണ്ണ, ഗുലാന്റെ പെണ്ണ എന്ന് പറയുന്ന പോലെ ഞാൻ വിഷ്ണുവിന്റെ പെണ്ണ. എന്തെല്ലാം നടക്കണം, എന്താ ദൈവത്തിനറിയാം. എന്തായാലും സോപ്പ് പൊടിയാണ് ചതിച്ചത്.
വിഷ്ണുവിന്റെ പെണ്ണിനെ പണ. അങ്ങനെയാണ് സംഗതികളുടെ കിടക്കുവശങ്ങൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നത്. ഇവളെ ഇന്ന പോലെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പം ഇവളുടെ വീട്ടിൽ നിന്നും മിസ്സിംഗ് ആയിട്ട് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളെ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷൻ ലിമിറ്റ് ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ഇവളുടെ കെട്ടിയോനെ മക്കളെ ഇവക്ക് പിള്ളേരൊക്കെ ഉണ്ട്, പ്രായപൂർത്തിയായത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ആ കൊച്ചുങ്ങളെ കെട്ടിയോനും വന്നപ്പം എനിക്ക് വിഷ്ണുവിന്റെ കൂടെ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇറങ്ങിത്തുള്ളി പോന്ന ഈ വീട്ടിലോട്ട്. കടി തന്നെ. ഓ വിഷ്ണുവേട്ടായിരത് മതി, വിഷ്ണുവേട്ടായിരത് ഇഷ്ടപ്പെട്ട് അതിനി മതി ആ മൂട. ഓ എടാ വിഷ്ണു, നിനക്ക് നാണോ ഇല്ലടാ നാറി? ഒരു ഭാര്യ ഇരിക്കുക, വേറെ അവരാധിക്കാൻ പോയി, അതും 16-ാം വയസ്സിൽ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നീയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നിനക്ക് അവളെ മടുത്തപ്പം നീ വേറെ പോണ്. ഓ നീ പോണെങ്കിൽ പോടെ, നിനക്ക് എന്താന്ന് വെച്ചാൽ നീ ചെയ്തുവല്ലോ. പക്ഷേ ആ പെണ്ണിനെ നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം നിനക്ക് പൊക്കൂടെ. പിന്നെ നിനക്ക് ശില്പയ്ക്ക് ഇനിയും ഉളുപ്പില്ലേ ഇവന്റെ പിറകെ നടക്കാൻ? കുറച്ച് ഉളുപ്പ് സ്വന്തമായിട്ട് തോന്നുന്നില്ലേ? ഇത്രയും ചതിച്ച് മൂഞ്ചി ചണ്ണാക്കിലടിച്ച് തന്ന ഇവനെയൊക്കെ നമ്പി എന്തിനാണ് പുറകെ പോകുന്നത്? പിന്നെ ഇനി അവന്റെ വർഷനും കൂടി കേൾക്കാനുണ്ട്. ശില്പോ പറയുമ്പോൾ ശില്പ ന്യായീകരിച്ചായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അവന്റെ വർഷം എന്താണെന്ന് കേൾക്കട്ടെ. പിന്നെ അവൻ ചെയ്തിട്ടുള്ളത് തന്തയില്ലായ്മ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിഹിതമോ അപരാധമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ത് ന്യായം ഉണ്ടെങ്കിലും അങ്ങനെ അവിഹിതം ഉണ്ടാക്കാനോ വേറെ ബന്ധം സ്ഥാപിക്കാനോ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിലവിലുള്ള പാർട്ട്ണറിനെ ഡിവോഴ്സ് ചെയ്യുക. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം അപരാധിക്കാൻ പോകും. വേറെ അപരാധിക്കാനോ വേറെ അവളെങ്കിലും അടുപ്പിൻ്റെ ഇടയിലോ എല്ലാം പോയിരിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കേസല്ല. പിന്നെ ശില്പയ്ക്ക് ഇപ്പോഴും നമ്മുടെ വിഷ്ണുവായിട്ടായാൽ മതി, ആ മൂടില്ല. സൂപ്പർ. അപ്പം ഇവിടെ വന്ന് അമ്മായിയമ്മയെ അറിയുന്നില്ല. അപ്പൊ കടയിലെ പുള്ളിക്കാരിയാണ് വിളിച്ച് അമ്മായിയമ്മേനോട് പറഞ്ഞിട്ട് അമ്മായിയമ്മ ഇന്നലെ കോട്ടയത്തു നിന്ന് ഇവിടെ വീട്ടിൽ വരും, എരുമേലി വന്നിട്ട് എന്നെ വിളിച്ചു. ഇതുപോലെ ശില്പ എന്നെ പോലെ ഒരു സംഭവം ഉണ്ട്, ഉണ്ണി ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇട്ട വേഷത്തിലാണ് ഞാനും ചെല്ലുന്നത് ഈ സംഭവം അറിഞ്ഞിട്ട്. പക്ഷെ ഇവളെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ പലതവണ പ്രശ്നങ്ങളും ഞാൻ പലതവണ ലൈവുകളും പല കാര്യങ്ങളും ഞാൻ പലതവണ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വെറുതെ അവനവന്റെ പല്ലിനിടെ കുത്തി നാറ്റിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനത് പിന്നീട് ഡിലീറ്റ് ആക്കിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ഇവൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് ശില്പയുടെ കയ്യിലെ കുഴപ്പമാ, ശില്പ പ്രശ്നക്കാരിയാ, ശില്പ കാരണമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര കേസുകളാണ് പിടിക്കുന്നത്. ഒരുത്തി തന്നെ അല്ല എന്റെ കെട്ടിയവൻ നല്ലവനാന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇവൻ ഒരു കേസല്ല, ഇവൻ ഒരുപാട് കേസുകളായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി. കാരണം ഭാര്യ എന്ന നിലയിൽ ചിലർ പറയുന്നുണ്ട് നീ ഭാര്യയായിട്ട് നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കാതെ ഫോണിലും നോക്കി റീൽസും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീട്ടിൽ ഫോണും നോക്കുന്നുണ്ട്, കഞ്ഞിയും കറിയും വെക്കുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. എരുമേലി വന്ന് തിരക്കിയാൽ അറിയാം. കാരണം ഞാൻ അതുപോലെയാണ്, എന്റെ ഫാമിലി ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെയാണ്. അപ്പൊ വിഷ്ണു എന്ന് പറയുന്നവന് എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇവന്റെ കൂടെ സെക്ഷൽ റിലേഷൻ മാത്രം ഞാൻ ചെയ്യാൻ ഞാൻ ഒരുപാട് കേസുകെട്ടുകൾ പെണ്ണുങ്ങൾ എന്നെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് പേടിയുണ്ട് വല്ല HIV വന്ന് ഞാൻ ചത്തുപോയ എന്റെ കൊച്ചുങ്ങൾ കള്ളയില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോണ്ടാക്ട് മാത്രമാണ് ഞാനും ഇവനും ഇല്ലാഞ്ഞത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഈ കേസുകെട്ടുകളൊക്കെ നിർത്തി, പിള്ളേർ വളർന്നു വരുമോ, ഒരു പെങ്കൊച്ചുണ്ട്, ഇതൊന്നും ഇവന് കൂസലല്ല. അതുപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ വിയർപ്പിന്റെ അസുഖമുള്ളവൻ, ഇവന് പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവൻ. ഇവൻ അഥവാ പണിക്ക് പോയാൽ പൈസയ്ക്ക് മൊത്തം വെള്ളം അടിക്കും. ഇവനെ കട്ടപ്പനയിൽ പുളിയമ്മല എന്ന് പറയുന്ന നവദർശനയിൽ ട്രീറ്റ്മെന്റ് എടുത്താണ് വെള്ളം അടിച്ചടിച്ച്. അതുപോലെ തന്നെ മുക്കൂടുതർ അസീസിയിൽ എന്റെ ഒരു 70,000 രൂപ ക്യാൻറ്റീനിലും അവിടുത്തെ ഫീസും അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഇവൻ തിന്നും മുടിപ്പിച്ചത് ഒരു 35,000 രൂപ ക്യാൻറ്റീനിലെ വേറെ പൈസ എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ അടുത്ത് എനിക്ക് അസീസി ചെലവായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ ഇവൻ എന്നെ കൊണ്ടുവന്നു. എന്റെ 16 വയസ്സിൽ ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായി എനിക്ക്. ഇപ്പൊ 16-ാം വയസ്സിൽ മോള് 8,000 ഇറങ്ങി വന്നതാണ്. ഇപ്പൊ 26 വയസ്സായി. അവന് 10 വർഷം ഇപ്പം മടുത്തപ്പം വേറെ പോയതാ, അത്രേ ഉള്ളൂ. പിന്നെ ഈ 16-ഉം 17-ലും ഒക്കെ ഇറങ്ങി പോകുന്നവളുമാര് ഇതൊന്ന് കേൾക്കണം. ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. അപ്പോഴത്തെ എടുത്ത് ചാട്ടത്തിൽ 8,000 കൂടെ കണ്ണാപ്പിത്തനവും കാണിച്ചങ്ങ് പോവും. പിന്നെ ജീവിതം തുടങ്ങുമ്പോഴേ മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോൾ പുളി അറിയുമെന്ന് പറയുന്നത് പോലെ അറിയുന്നത്. ഓക്കെ, അവനാണെങ്കിൽ പണിക്കും പോകില്ല, കാശും ഉണ്ടാക്കില്ല. കാശുണ്ടാക്കിയാൽ ഉണ്ടാക്കുന്ന അതെല്ലാം വെള്ളം അടിച്ചു കളയും. ഒരു മോളുണ്ട്, അതുപോലും ചിന്തയില്ലാത്തവൻ. ഇവനെയൊക്കെ കഴിപ്പണം കെട്ടവനെയൊക്കെ നിനക്ക് വേറെ ജോലിയില്ലേടി ശില്പേ? ഇവന്റെ പുറകെ വീണ്ടും പോകാൻ അവന് വേണ്ടിയിട്ട് കാശില്ലാവാക്കെ. ഇങ്ങനെയുള്ളവനൊക്കെ തൊലഞ്ഞു പോട്ടെന്ന് ചോദിക്കണം. വീട്ടിലെ കാര്യം നോക്കുന്നില്ല, നിന്നെ നോക്കുന്നില്ല, ഒന്നും തരുന്നില്ല. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് അവന് 400 ആവിക്കതോ വെള്ളം അടിയെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തനെ വീണ്ടും നീ ചുമക്കുന്ന എന്തിനാ? നിനക്ക് തലയ്ക്ക് വയ്യേ? ഇതേ ഞാൻ ചോദിക്കത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് ഇങ്ങനെയുള്ള കഴിപ്പണം കെട്ടവനെ ചുമന്നുകൊണ്ടാണ്. പിന്നെ ഞാനെന്ത് പറയാന്? സൂപ്പർ. ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായി എനിക്ക്. അപ്പൊ എന്റെ കൗമാരപ്രായത്തിൽ എന്റെ മനസ്സിൽ ഇവനോടുള്ള ആ സ്നേഹം
സ്നേഹം, ആ സ്നേഹം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന, ഇന്നലെ വരെ ചെയ്തത് എന്റെ മൈൻഡിലില്ല. കാരണം പണ്ടത്തത് ഇവൻ എന്റെ മോളെ പിള്ളേരെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും, ഇവൻ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോഴും, ഇവന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള നല്ല നല്ല മൊമെന്റ്സ് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. കാരണം അത് ഒരു ട്രോമ പോലെ എന്റെ മനസ്സിൽ കിടക്കും. ആ ഒരു സാധനം എന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എനിക്കൊരു കോപ്പുമല്ല. എനിക്ക് ആരെ ഒന്നും കാണിക്കാനില്ല. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ കണ്ണാപ്പിത്തനം തന്നെയാണ്. കണ്ണാപ്പി ഏട്ടൻ വിഷ്ണു, അത് തന്നെയാണ് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. ഇത്രയും തന്തയില്ലായ്മ കാണിച്ചിട്ടും വീണ്ടും എൻ്റെ ഉള്ളിൽ പഴയ വിഷ്ണു ഏട്ടൻ ഉണ്ടെന്ന്. അയ്യേ, കഷ്ടം. നാളെ 14 പെണ്ണുങ്ങളെ ഒരുമിച്ച് വിളിച്ചോണ്ട് വന്ന് കിടക്കുമ്പോഴും നീ പറഞ്ഞാൽ മതി, എൻ്റെ പഴയ വിഷ്ണു ഏട്ടനാണ് എൻ്റെ ഉള്ളിൽ. ഈ മൂഡിലിരുന്നാൽ മതി. എന്തരാവോ ദൈവത്തിക്കറിയാം. ഇങ്ങനെയാണെങ്കിൽ അപരാധങ്ങൾ കണ്ട് നമ്മുടെ നാട് മൊത്തം അപരാധികളായി മാറും. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ എണ്ണം ഉണ്ട്. കണ്ടവൻ്റെ കുടുംബകാരിയിൽ നിനക്കെന്ത് എന്ന് ചോദിക്കുന്ന ടീംസ്. കഷ്ടം. പറഞ്ഞു തന്നെ ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളവനാണ്. ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഇവൻ കൂലിപ്പണിയൊക്കെ ഇവൻ വിയർക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്റെ ഉള്ള സേവിങ്സ് വെച്ച് ഇവനൊരു ഓട്ടോ മേടിച്ചു കൊടുത്തു. ആ ഓട്ടോ ഓടാൻ പോകാതെ ഇവൻ രാവിലെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി ഇവളെയും കൊണ്ട് കറക്കവാ. എന്നിട്ട് വണ്ടിക്ക് അത് പണിയാ ഇത് പണിയാ, വണ്ടിയുടെ ഫ്രണ്ട് പോയി, വണ്ടിയുടെ സകലതും പോയി എന്ന് പറഞ്ഞ് QR കോഡ് ഇട്ട് തരിക, ക്യാഷ് മേടിക്കുക. ഞാൻ ഇവനെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇവനുമായിട്ടുള്ള ചാറ്റ് കാണിച്ചേനെ. ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് QR കോഡ് ഇടും, കണ്ട കടകളിലോട്ടൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറെ പൈസ അവൾ എന്റെ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അവളെ ഞാൻ ഒരു മനുഷ്യ ബോഡി ഷെയിം ചെയ്യുന്നതല്ല. കാരണം എന്നെ സംബന്ധിച്ച് അവൻ എന്നിലും നല്ലതായിട്ട് അവളിൽ എന്തെങ്കിലും കണ്ടു കാണും. കാരണം വേലി ചാടിയ പശു കോലുകൊണ്ടേ തീരുവോളെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കേസല്ല. ഒരു പെണ്ണുമായി ഈ ഇവളുമായിട്ടുള്ള റിലേഷനും അല്ല. ഇതിനു മുന്നേ ഇവന്റെ സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് കൂടെ കിടക്കുന്ന ഞാൻ കണ്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട. അതിന് മുന്നേ തന്നെ കരിങ്കൽമൂഴിലുള്ളൊരു പുള്ളിയുടെ, ഞാൻ പേര് എടുത്ത് പറയുന്നില്ല, അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ, ഒരു സ്ഥാപനം നടന്ന വ്യക്തിയുടെ മകളുമായിട്ട് വെച്ചിച്ചിര കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ഇതുപോലെ സെറ്റപ്പ് ആയിരുന്നു. ഞാൻ അവിടെ വീട്ടിൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കി. ഞാൻ എത്ര പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ എന്തര ഈരാറ്റുപേട്ടയിലുള്ളൊരുത്തി ഉണ്ടായിരുന്നു, ദേവിക ബിജു എന്ന് പറയുന്നത്, അവളുടെ കേസ് കെട്ടി ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ മണിമലയിലുള്ള മീനു എന്ന് പറയുന്ന ഒരുത്തിന്റെ കേസ് കെട്ടി ഞാൻ പിടിച്ചു. തിരുവല്ലയിലുള്ള 5 മക്കളുള്ള ഒരുത്തി, ഒരു അഞ്ജു എന്ന് പറയുന്നത്, ഒരു ഐക്കില്ലർ എന്ന് പറയുന്നത്. ഞാൻ എന്തൊരു കേസുകളാണ് ഞാൻ പിടിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാതിരിക്കുമ്പോ ഇതൊന്നും ഞാൻ പുറത്തോട്ട് പറയുന്നില്ല. അപ്പൊ ഇത് കണ്ണാപ്പി ഫാമിലിയാണ്. കണ്ണാപ്പികളുടെ ഇടയിൽ ഒളിച്ചോട്ടും അഭിഹിതമൊക്കെയാണ് ഇത് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. റൈഡർ, ഐക്കില്ലർ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കണ്ണാപ്പി ടീംസിനാണ്. പക്ഷെ നിന്നെ ഞാൻ സമ്മതിച്ചടി, ഇത്രയും അപരാധം അവൻ ഉണ്ടാക്കിയിട്ട് നീ അവനെ വീണ്ടും വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. സൂപ്പർ. നിനക്ക് ഇതൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. പിന്നെ നീ അവന് കൊടുക്കുന്നതും ഫ്രീ പ്രൊമോഷനാണ്. ഇവൻ ഇങ്ങനത്തെ ഒരു കഴപ്പനാണ്. ഇതുപോലെ കഴപ്പും കടിയുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വിഷ്ണു ഏട്ടായെ കണക്ട് ചെയ്തോളൂ എന്നുള്ളൊരു ഇൻഡയറക്റ്റ് പ്രൊമോഷനാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കി. മന്ദബുദ്ധിത്തനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നു. അവൻ കഴപ്പനാണെന്ന് നിനക്കറിയാം. പല പെണ്ണുങ്ങളെ അവരാച്ചുകൊണ്ട് നടക്കുകയും ചെയ്യണം. നീ ഇപ്പോൾ അവന് പ്രൊമോഷൻ കൊടുത്ത് ഇനി പല കഴപ്പികളും അവനെ വിളിക്കും, അവൻ വീണ്ടും കഴപ്പ് തീർക്കാൻ പോകും. കണ്ടിന്യൂ. പിന്നെ ഞാൻ വഴക്കും ബഹളം വെക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇച്ചിരി കൂടും. അപ്പൊ ഞാൻ ബഹളക്കാരി, ഞാൻ പ്രശ്നക്കാരി. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സൗണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഞാനാണ് ഇവിടുത്തെ വലിയ വിഷയക്കാരി. നിങ്ങളിതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഓട്ടോ മേടിച്ചു കൊടുത്ത ഓട്ടോ ഇപ്പൊ 3 തവണ കൊണ്ട് ഇടിപ്പിച്ചു. 3 തവണ. ഒരു പ്രാവശ്യം തിരുവാമൂഴിയിൽ ഒരു പമ്പിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിയെ കൊണ്ടിടിപ്പിച്ചു. ആ വണ്ടി ഇടിച്ചാകാതെ ഇവന്റെ പുകരി കിടന്ന ഫോൺ കാണാതെ പോയി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവന് ഫോൺ മേടിച്ചു കൊടുത്തു. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്നെ പറഞ്ഞാൽ മതി. നിന്നെ തന്നെ പറയണം, നിന്നെ മാത്രം പറയണം. കാരണം ഇത്രയും അപരാധിയായ ഒരുത്തനെ വീണ്ടും നീ വളം വെച്ചു കൊടുത്ത് അവന് ഓട്ടോ എടുത്തെടുത്ത് ഫോൺ മേടിച്ചു കൊടുത്ത് വീണ്ടും അതൊന്നും പോരാഞ്ഞിട്ട് അവന്റെ അണ്ണാക്കിലോട്ട് നീ കാശ് തിരികെ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ഒരുത്തൻ നിന്റെ അടുത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെയും അവനെ തന്നെ വാരി അണ്ണാക്കി ഇറക്കിക്കൊണ്ടിരുന്ന പിന്നെ അത് എവിടെ തന്നെ ആയോടി? ഐക്കില്ലർ റൈഡർ കണ്ണാപ്പി. എനിക്ക് യോജിപ്പൊന്നുമില്ല. എന്തായാലും അവന്റെ ഭാഗം കൂടി കേൾക്കട്ടെ, നീ പറ. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കരിങ്കൽമൂഴിയിൽ ഒരു സൂര്യ ബാർബർഷോപ്പ് എന്ന് പറഞ്ഞ മുടിവെട്ടുകട കണ്ട. അതിന് ഇപ്പുറത്തെ ഒരു കടയിലോട്ട് ഇവൻ ബായിക്ക് കൊണ്ട് കയറ്റി അങ്ങ് ഇടിച്ചു കൊടുത്തു. അവരുടെ ഗ്ലാസ് തകർന്നു. അതിന്റെ പൈസ ഞാൻ കൊടുത്തു. 3-ാമത്തെ തവണ ഇവൻ എവിടെയോ കൊണ്ടിടിപ്പിച്ചു. 4-ാമത്തെ തവണ ഇടിക്കാനുള്ള ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ വണ്ടി തിരിച്ച് എന്റെ അച്ഛനെ കൊണ്ടിടിപ്പിച്ചു. കാരണം കടകളോ സ്ഥാപനങ്ങളോ നശിപ്പിച്ച് എനിക്ക് അതിന് പൈസ കൊടുത്ത് പരിഹരിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ ഇടിച്ചു കൊന്നാൽ എനിക്ക് ആ മനുഷ്യന്റെ ജീവന് തിരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും പറയുന്നവരുണ്ട്. ശില്പയുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നും അല്ലെങ്കിൽ ഒരാളുടെ ഭാഗം വിഷ്ണുവിന്റെ കുഴപ്പം കൊണ്ടല്ല, ശില്പ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ ഭാഗം ഞാൻ പറയട്ടെ, നമ്മൾ നീതി തേടി ചെല്ലുന്ന പോലീസുകാർ പോലും അത് മനസ്സിലാക്കുന്നത് അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. കാരണം ഇപ്പം അവര് എന്നാ പറഞ്ഞ ഇപ്പൊ സത്യം പറയില്ല, എരുമേലി പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞ എങ്ങോട്ട് പൈസ കൊടുക്കുന്ന അങ്ങോട്ട് ചായുന്നവരാ.
ഉള്ള കാര്യം പറയാമല്ലോ. വാദിയെ പ്രതിയാക്കുന്നവരാ. അവനായിരുന്നു സ്ഥിരം അവിടുത്തെ ബീവറേജിൽ ഓട്ടം പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അവനോട് സ്പെഷ്യാലിറ്റി ഉള്ള കുറച്ച് പോലീസുകാരോടുണ്ട്. അവന്റെ ഭാഗം താങ്ങിയേ സംസാരിക്കത്തുള്ളൂ. ഇന്നലെ ചെന്നപ്പോഴാണെങ്കിൽ പോലും അവരുടെ സംസാരം ഞാൻ എവിടെയോ ഒളിച്ചോടിപ്പോയി, എന്നെ പിടിച്ചോണ്ട് വന്നു, എന്റെ കാമുകനെയും കൂടെ എന്നുള്ളൊരു ബേസിലായിരുന്നു സംസാരം മൊത്തം. ഇന്നലെ പ്രൊട്ടക്ട് ചെയ്തത് മൊത്തം അവളെയായിരുന്നു. ആയിക്കോട്ടെ, അവർക്ക് പ്രായപൂർത്തിയായവരെ അവനും അവളെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ. എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് ഇവൻ മേടിച്ച് അവക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൻ പോയ പോക്കൻ എന്റെ വണ്ടിക്കകത്ത്, വണ്ടിയുടെ എഞ്ചിൻ എന്റെ ഓട്ടോയ്ക്കകത്ത് മണല് വാരിയിട്ടു. അതിന്റെ പിസ്റ്റൽ വരെ അടിച്ചു പോയായിരുന്നു. അത് അദ്ദേഹത്തെ കൊണ്ട് അഴിച്ചു നോക്കിയപ്പോ അറിയാവോ. കാരണം അങ്ങനെ കുറെ ദ്രോഹങ്ങൾ എന്നോട് ഇവൻ ചെയ്തിട്ടുണ്ട്. 31,000 രൂപ കൊടുത്ത് അതിന്റെ എഞ്ചിൻ മണൽ ഇറക്കിയത്. കുറെ ശോഭകേട് എന്നോട് ഇവൻ ചെയ്തിട്ടാ പോയത് ഇവക്ക് വേണ്ടിയിട്ടാ, ഇവളുടെ കൂടെ പോകാൻ വേണ്ടിട്ട്. 1 വർഷത്തോളമായി ഇവളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ തുടങ്ങിയിട്ട് ഈ വീട്ടില്. കാര്യങ്ങൾ അറിയാതെ ആരും കമന്റുകൾ ഇടരുത്. ഒരുത്തൻ ചെറ്റയാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവൻ്റെ അണ്ണാക്കി കൊണ്ട് പൈസ തിരികെ കൊടുക്കുകയും അവന് ആവശ്യമുള്ള എല്ലാം വാങ്ങി കൊടുക്കുകയും ചെയ്ത് നിന്നെയാണ് ആദ്യം മടൽ വെട്ടിയടിക്കേണ്ടത്. എന്നിട്ട് വേണം അവനെ വെട്ടിയടിക്കുക. ഒന്നും പറയാനില്ല. നല്ല 1-ാം തരം യൂണിവേഴ്സ്. ഇത് കലഹിയേട്ടാ. ഒളിച്ചോട്ട അവീതവും ഒക്കെ തിമിർത്ത് തകർത്ത്. ഇനി ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ഇനി അവൻ്റെ ഭാഗം കൂടി കേൾക്കണം. നിന്റെ ഭാഗം മാത്രമേ കേട്ടുള്ളൂ. പിന്നെ നീ ഒന്നും വിത്ത് എവിഡൻസ് ഒന്നും അല്ല സംസാരിച്ചിട്ടുള്ളൂ. നിന്റെ ഭാഗം കൊണ്ട് നീ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ഓക്കെ, മേ ബി ശരിയാവാം, തെറ്റാവാം. എന്തായാലും അവൻ്റെ ഭാഗം കൂടി കേൾക്കാം. അവൻ എന്തെങ്കിലും പറയണമെങ്കിൽ കേൾക്കാം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കേസ്, ഈ 10ലും +2ലും ഒക്കെ പഠിക്കുന്നവർ ഒളിച്ചോടുന്നവരൊക്കെ കണ്ണാപ്പികൾ അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും. പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിലും തിളപ്പിലും കാണിച്ചു കൂട്ടുന്ന കഴപ്പുകൾ പിന്നെ അങ്ങോട്ട് മാറും. അവനിപ്പോൾ വേറെ നല്ല 1-ാം തരം കഴപ്പുകളെ കിട്ടുന്നു, കഴപ്പ് തീർത്തുകൊണ്ട് നടക്കുന്നു. ഇവക്ക് ശംഭോ മഹാദേവ. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. ബൈ.